ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായിച്ചു. മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ കൈയെഴുത്ത് മായിച്ചു എന്ന് ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസസ് that was against us, that was contradictory to us. എൻ്റെ സഹോദരങ്ങളെ, ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ്. ഓർഡിനൻസ് ആരാ പുറപ്പെടുവിക്കുന്നേ? നമ്മളൊക്കെ പത്രത്തിൽ വായിക്കാറില്ലേ ഇടയ്ക്ക്, ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പച്ചൻ ഓർഡിനൻസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അയലോക്കക്കാരൻ ഓർഡിനൻസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, മന്ത്രിസഭ കൂടി ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ ഹാൻഡ് റൈറ്റിംഗ് അല്ല. അത് നിനക്കെതിരെ ഒരു വ്യക്തി എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് അല്ല. അത് നിനക്കെതിരെ ഒരു കുടുംബം എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് അല്ല. ആ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഓർഡിനൻസ് ആയിരുന്നെങ്കിൽ അത് എഴുതിപ്പിച്ചത് ആരാണെന്നറിയാമോ? ഒരു ഭരണകൂടമാണ്, ഒരു രാജ്യത്വമാണ്. അങ്ങനെയെങ്കിൽ പൈശാചിക രാജ്യം നിനക്കെതിരെ, ആഭിചാര മണ്ഡലങ്ങൾ നിനക്കെതിരെ എഴുതിയ ആ ഹാൻഡ് റൈറ്റിംഗ്, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, you are the letter of Christ, you are the letter of Christ, you are the letter of Christ. കർത്താവ് എഴുതിയതാ നിന്റെ ജീവിതം, കർത്താവ് എഴുതിയതാ നിന്റെ ജീവിതം. ഇന്ന് പകൽ നിനക്കെതിരായി ആഭിചാരകൻ എഴുതി വെച്ചത് മായ്ക്കപ്പെടട്ടെ. നിനക്കെതിരായി മന്ത്രവാദി എഴുതിയത് മായ്ക്കപ്പെടട്ടെ. നിനക്കെതിരായി തകിടിൽ എഴുതി വെച്ചത് മായ്ക്കപ്പെടട്ടെ. ആരംഭത്തെങ്കിൽ അഭിഷക്തൻ ഒരു സംഗതിയെ പറഞ്ഞു, ഒരു പൈശാചിക മതം ഇന്ന് പകൽ ആ കോട്ടയ്ക്കകത്തു നിന്ന് 4-ാം വേദത്തിൽ നിനക്കെതിരെ എഴുതി കെട്ടിയത് ഇന്ന് പകൽ മായ്ക്കപ്പെടട്ടെ. 4-ാം വേദത്തിൽ നിനക്കെതിരെ എഴുതി കെട്ടിയത്, 5-ാം വേദത്തിൽ നിനക്കെതിരെ എഴുതി കെട്ടിയത്, ആഭിചാര ശക്തി കൊണ്ട് നിനക്കെതിരെ എഴുതി കെട്ടിയത് യേശുവിൻ നാമത്തിൽ നിനക്കെതിരെ പൈശാചിക ഭരണകൂടം എഴുതിയത് മുഖാന്തരം നിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ ഞാൻ മായ്ച്ചു കളയുന്നു. സൗമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ, സൗമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ ഡിമോണിക് ഓർഡിനൻസ് അത് മാഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഡിമോണിക് ഓർഡിനൻസിനെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുത്തന്റെയും ഹാൻഡ് റൈറ്റിംഗിന് അനുസരിച്ച് നിന്റെ ജീവിതം പോകത്തില്ല. പകരം ദൈവം എഴുതിയതിനൊത്തവണ്ണമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മാനിഫെസ്റ്റ്ലി ഡിക്ലെയർഡ് ആസ് ദ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്. നീ കർത്താവ് എഴുതിയ രേഖയാ, നീ കർത്താവ് എഴുതിയ രേഖയാ. ആഭിചാരകൻ തകിടെ കൊത്തി എഴുതിയാലും, ഈ ഇലക്കകത്തും മഷിക്കകത്ത് എഴുതിയാലും, അവന്റെ പലകയ്ക്കകത്ത് എഴുതിയിട്ടാലും, ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷേകത്തിൽ സ്വർഗം അതിനെ തീയിലിട്ട് ചുട്ടുകളയുന്നു, തീയിലിട്ട് ചുട്ടുകളയുന്നു. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, നുഖത്തിന്റെ അവിഖേറുകൾ അഴിയട്ടെ, പീഡിതർ സ്വതന്ത്രരാകട്ടെ. ഇത് ദൈവം പ്രസാദിക്കുന്ന ഉപവാസം. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പോൾ ദൈവം എന്നെ കുറിച്ച് ചില പദ്ധതികൾ പറഞ്ഞു. ഞാൻ വളർന്നു വന്നപ്പോൾ കൃപയാൽ എന്നെ വിളിച്ച് തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? എന്നിൽ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി, എന്നിൽ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി, എന്നിൽ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി.
You shall be the visible display of Christ. നിന്നെ കാണുന്നവൻ ക്രിസ്തുവിന്റെ കാണും. ഞാനതിനെ ഒരു ഭാഗം പറഞ്ഞു. ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ നിന്നിൽ കാണും, ക്രിസ്തുവിന്റെ കൈയെഴുത്തിനെ നിന്നിൽ കാണും. ഒന്ന്, ക്രിസ്തുവിന്റെ പ്രവൃത്തി നിന്നിൽ കാണും. നിന്റെ അപ്പനും അമ്മയും ചെയ്തതല്ല നിന്റെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. നിന്റെ കുടുംബക്കാർ ചെയ്തതല്ല നിന്റെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. നിന്റെ സഹോദരങ്ങൾ നിന്നോട് ചെയ്തതിന്റെ ബാക്കിയായിരിക്കത്തില്ല നിന്റെ ജീവിതം. പകരം അവരൊക്കെ ചെയ്തു തീർത്തതിനപ്പുറം ദൈവം നിന്റെ മേൽ ചിലത് ചെയ്തുവെന്ന്, ദൈവം നിന്റെ മേൽ His what manifestation. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഡോറ് നല്ല കൊത്തുപണിയൊക്കെ ഉണ്ട്, നല്ല പോളിഷിങ്, നല്ല അലങ്കാരമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന പലരും ചോദിച്ചിട്ടുണ്ട്, ഈ കതകാരാ കൊത്തുപണി ചെയ്തതെന്ന്. പക്ഷേ കൊത്തുപണി ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോറ് ചില പ്രോസസ്സിൽ കൂടെ പോയി. ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആരെങ്കിലും ഈ തടി നിന്ന മരം ആരാ വെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? കോടാലി വെച്ച് പറവറ അടിച്ച ഒരു കാലമുണ്ട്. താഴെ ഒരുത്തം കോടാലി വെച്ച് വെട്ടിയപ്പം അതിനെ വലിച്ച് താഴെയിടാൻ 10 പേര് കൂടെ ഉണ്ടായിരുന്നു. കോടാലി വെച്ച് മൂട്ടിന് വെട്ടിയപ്പോഴേ വടം കെട്ടി താഴെ വലിച്ചിടാൻ 10 പേരുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന ആരെങ്കിലും വടം വലിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ടോ? കോടാലിക്ക് വെട്ടിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടോ? അവരൊക്കെ അപ്രസക്തമായി പോയി. ഏത് മില്ലിലെ അറപ്പിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ആ തടിക്കകത്ത്, ഇന്ന് ആ ഡോറിനകത്ത് ഒരു പ്രവൃത്തി മാത്രമേ വെളിപ്പെടുന്നുള്ളൂ. അവസാനം അതിൽ മിനുക്കുപണി നടത്തിയ ഒരാശാരിയുടെ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, ആ കോടാലിക്കാരന്റെ പേര് നിന്റെ ജീവിതത്തിൽ പറയത്തില്ല, ആ വടം കെട്ടിയവന്റെ പേര് നിന്റെ ജീവിതത്തിൽ പറയത്തില്ല. ആ ആശാരിയുടെ, ആ യഹൂദ തച്ചന്റെ പേര് മാത്രമേ, ആ നസറേത്തിലെ ആശാരിയുടെ പേര് മാത്രമേ നിന്റെ ജീവിതത്തിൽ പറയത്തുള്ളൂ. അത് യേശുവത്രേ. കോടാലിക്കാരന്റെ പേര് നിന്റെ ജീവിതത്തിൽ പറയത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ കുഞ്ഞെ, നീ എന്തിനാ കോടാലിക്കാരനെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നേ? നീ എന്തിനാ വടം കെട്ടിയ 10 പേരെ ഓർത്തോണ്ടിരിക്കുന്നേ? നിന്നെ വലിച്ച് നിലത്തിട്ട് അതിനെന്തിനാ നീ ഓർത്തോണ്ടിരിക്കുന്നേ? ഇന്ന് നിന്നെ ആ കട്ടളക്കാലി ചേർത്ത് നിവരെ നിർത്തിയില്ലേ? ഇന്ന് നിന്നെ ആ കട്ടളക്കാലി ചേർത്ത് മനോഹരമായി നിർത്തിയില്ലേ? നിന്റെ പുറന്തോലികൾ ചെത്തിക്കളഞ്ഞെങ്കിൽ അതിന് പകരം വില കൂടിയ പോളിഷിനകത്ത് നിന്നെ കവർ ചെയ്തില്ലേ? നിന്നെ ട്രീറ്റ് ചെയ്തില്ലേ? ഇന്ന് നിന്റെ മേൽ കിടക്കുന്നത് മരം വെട്ടുകാരന്റെ കയ്യൊപ്പല്ല. മരം വെട്ടുകാരനെ എല്ലാരും മറന്നു, കോടാലി എല്ലാരും മറന്നു. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ആശാരി ചെയ്തതേ നിലനിൽക്കത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മാഞ്ഞു പോകും. പക്ഷെ നസറേത്തിലെ ആശാരി നിന്റെ ജീവിതത്തിൽ ചെയ്തത് അത് മാഞ്ഞു പോകത്തില്ല. അവനാ എന്റെ കർത്താവ്, അവനാ എന്റെ രാജാവ്. ഞാൻ വീട്ടിലേക്ക് കയറി, സമയം വേഗത്തിൽ പോകുന്നു. ഞാൻ വചനത്തിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. ദൈവം ഒന്ന് തന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തും. 2, ദൈവം തന്റെ കൈയെഴുത്ത് നമ്മളിൽ വെളിപ്പെടുത്തും. 3-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുന്നു. റോമാലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം. റോമാലേഖനം 9-ാം അധ്യായം
അത് 20-21 തുടങ്ങി വായിച്ചാട്ടെ, ഇന്നലെ മനസ്സിലാക്കത്തു. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? ദൈവത്തോട് ഇങ്ങനെ മറുപടിയൊക്കെ പറയുന്ന നീ ആരാ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ എങ്ങനെ ചമച്ചത് എന്ന് ചോദിക്കുമോ? എന്താ കർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനയപ്പെട്ടത് മനഞ്ഞവനോട് ചോദിക്കുമോ? അയ്യോ മനുഷ്യ, നീ എന്താ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പിറുപിറുക്കുന്നേ? മനയപ്പെട്ടത് മനഞ്ഞവനോട് ചോദിക്കുമോ, നീ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്തെന്ന്? ചോദിക്കത്തില്ല. പിന്നെ മനുഷ്യ, നീ മാത്രം എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അടുത്ത ഭാഗം. അല്ല കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? നീ ചോദിക്കുന്ന കർത്താവേ, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയതെന്ന് കുശവന് അധികാരമില്ലേ? ഒരു മണ്ണിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാനത്തിനും ഒരെണ്ണം എടുത്ത് അപമാനത്തിനും ഉണ്ടാക്കാൻ കുശവന് അധികാരമില്ലേ? ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന എല്ലാവരെയും അമേരിക്ക കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടോ? കുശവന് നിർബന്ധമുണ്ടോ? കുശവന് മണ്ണിന്മേൽ അധികാരമില്ലേ? നിന്റെ കൂടെ പഠിച്ച എല്ലാവരും പോയടത്ത് തന്നെ നിന്നെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമുണ്ടോ? ദൈവത്തിന് അധികാരമില്ലേ? നീ ഇങ്ങനെ എന്തിനാ എന്നെ ജനിപ്പിച്ച്, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നീ എന്നും ഇങ്ങനെ ദൈവത്തോടിരുന്ന് പിറുപിറുക്കുന്ന എന്തിനാ? എന്നിട്ട് അടുത്ത ഭാഗം. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ നിൽക്കട്ടെ. ബാക്കി പിന്നീട് വായിക്കാം. അപ്പൊ ഇവിടെ പറയുകയാണ്, സ്തോത്ര, ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ. നീ ഇങ്ങനെ ചോദിക്കുന്ന എന്നെ എന്താ ഇങ്ങനെ മെനഞ്ഞത്, എന്നെ എന്താ ഇങ്ങനെ മെനഞ്ഞതെന്ന്. എടാ, നിന്നെ ഇങ്ങനെ മെനഞ്ഞതിന്റെ പിമ്പിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുവാനാണ്. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അത് യഹൂദന്മാരിൽ മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളിലും ദൈവത്തിന് തന്റെ ശക്തി വെളിപ്പെടുത്താൻ കഴിയുമെന്ന്. അപ്പോ ഒന്നാമത് കർത്താവ് ഒന്നാമത് അപ്പോസ്തലൻ പറയുക, യഹൂദന്മാരിൽ ദൈവം എന്ത് ചെയ്തിരുന്നു? തന്റെ ശക്തിയെ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ അതിൽ ഒരു ഭാഗത്തിലേക്ക് മാത്രം വരാം. യഹൂദന്മാരിൽ ദൈവ ശക്തി വെളിപ്പെടുത്തിയ എത്രയോ ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ഒറ്റ ഭാഗത്തിന് വേണ്ടി ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കാല ദുരാസമഭൂമിയിൽ വലിയൊരു സ്വർണബിംബം നെബൂഖദ്നേസർ രാജാവ് കെട്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞോ, ഈ വാദ്യം കിന്നരം, നാദം, കുഴൽ, തമ്പുരു സകലവും ഒന്നിച്ചു മുഴക്കുമ്പോൾ സകല മനുഷ്യനും അതിനെ വീണ് നമസ്കരിക്കണം. നമസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യോ? അവനെ എരിയുന്ന തീച്ചുളയിലിട്ട് കൊന്നുകളയുമെന്ന് പറഞ്ഞോ. സ്തോത്ര. എല്ലാവരും അതിനകത്ത്, യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നവർ മുഴുവനും എന്ത് ചെയ്തെന്നറിയാമോ? ആ ബിംബത്തെ വീണ് നമസ്കരിച്ചോ. യഹൂദന്മാരെല്ലാവരും ആ ബിംബത്തെ വീണ് നമസ്കരിച്ചോ. പക്ഷെ 4 പേര് മാത്രം നമസ്കരിച്ചില്ല. ഒരാള് ദാനിയേല്, സ്തോത്ര, മറ്റേത് അസര്യാവ്, മിശായേൽ, ഹനന്യാവ്. എന്നാൽ ദാനിയേലിന് ഈ പ്രശ്നം ബാധകമായില്ല. എന്താ കാരണമെന്നറിയാമോ? ദാനിയേൽ ഹയർ പൊസിഷനിൽ ഇരുന്നത് കാരണം ദാനിയേലിന് ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. പക്ഷേ പൊസിഷൻ കുറഞ്ഞ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് വിളിക്കപ്പെടുന്ന അസര്യാവ്, മിശായേൽ, ഹനന്യാവ്, ഈ 3 പേരും എന്ത് ചെയ്തെന്നറിയാമോ? ഇതിന്റെ മുമ്പിൽ പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങി. അവരെ പിടിച്ചു നിർത്തിയിട്ട് നെബൂഖദ്നേസർ ചോദിച്ചോ, ഈ തീച്ചുള ഇങ്ങനെ നിന്ന് കത്തുന്നത് കണ്ടിട്ട് നിനക്കൊരു പേടിയും വരുന്നില്ലേ? നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞോ. അവര് പറഞ്ഞോ, വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിലും ശരി, കുശവൻ ഒരു പാത്രത്തിൽ നിന്ന് മാനപാത്രത്തെ, ഹീനപാത്രത്തെ മെനയാൻ അധികാരമുണ്ട്. ഞങ്ങളെ ഇതിനകത്തിട്ട് ചുട്ടുകൊല്ലാനാണ് ദൈവത്തിന് പദ്ധതിയെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്, വിഗ്രഹങ്ങളെ നമസ്കരിക്കരുതെന്ന്. ആകയാൽ മനുഷ്യൻ കെട്ടി നിർത്തിയത് സ്വർണമായാല്, ചെമ്പായിരുന്നാലും, താമ്രമായിരുന്നാല്, ഇരുമ്പായിരുന്നാലും, മരമായിരുന്നാലും, കളിമണ്ണായിരുന്നാല് ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അത് വീണ മുഴങ്ങിയാലും, തമ്പുരു മുഴങ്ങിയാലും, കിന്നരം മുഴങ്ങിയാല് ഞങ്ങളൊരു പ്രതിമയെ നമസ്കരിക്കത്തില്ല, ഞങ്ങളൊരു വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് കോപം മൂത്ത നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു,
ഇവനെ ഈ തീക്കകത്തിട്ട് ചുട്ടാൽ പോരാ, ഇവനെ 7 മടങ്ങ് അധികം കഠിനമേറിയ തീയിലിടുന്ന. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ പരിശോധന സാധാരണ ഉടായിപ്പ് വിശ്വാസിക്കുണ്ടാകുന്ന പരിശോധന പോലെ ആയിരിക്കത്തില്ല. 7 മടങ്ങ് അധികം ആയിരിക്കുക. നെബൂഖദ്നേസർ പറഞ്ഞു, എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 7 കണ്ടെയ്നർ വിറക് പിന്നെ അവിടെ ഇറക്കി, 7 ലോഡ് കണ്ടെയ്നർ, 7 ലോഡ് വിറകിറക്കി, പിന്നെയോ ആഴിക്ക് തീ കൂട്ടി. തീ നിന്ന് കത്തുകയാണ്. ഇങ്ങനെ അന്തരീക്ഷം മുഴുവനും ഇങ്ങനെ നിന്ന് തിളയ്ക്കുന്നത് കാണാൻ കഴിയുക. സ്തോത്ര. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കൈകാലുകൾ കെട്ടിയിട്ട് സ്തോത്ര ഈ തീക്കകത്തേക്ക് കൊണ്ടുപോയി. തീക്കകത്തേക്ക് കൊണ്ടുപോയവർ, ഇവനെ കെട്ടിക്കൊണ്ടുപോയവർ, ഇവനെ ബന്ധിച്ചു കൊണ്ടുപോയവർ, ഇവനെ തീയിലിടെ കൊണ്ടുപോയവർ തീച്ചൂളയുടെ വാതിൽക്കലെത്തിയപ്പോഴേ നിലംപരിചായി. ഞാൻ 1-ാമത്തെ ഭാഗം പറയുന്നു. നിന്റെ കഷ്ടതയ്ക്ക് കാരണമായി നിൽക്കുന്ന ചിലരുണ്ട്. നിന്റെ പ്രതികൂലത്തിന് നിന്നെ ചുമ്മിക്കൊണ്ടുപോകുന്ന ചിലരുണ്ട്. നിന്നെ നിന്ദിക്കാൻ തക്കവണ്ണം ചുമ്മിക്കൊണ്ടുപോകുന്ന ചിലരുണ്ട്. അവര് കഷ്ടതയുടെ ആ വാതിൽ വരെ വരത്തുള്ളൂ. അവിടെ അവരുടെ എക്സ്പയറേഷൻ ഉണ്ട്. അവിടെ അവരുടെ കഥ തീരുന്ന ഒരു രാത്രിയുണ്ട്. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്ര. എരിയുന്ന തീച്ചൂളയിൽ ഇവരെ കൊണ്ടിട്ടോ അടുത്ത മിനിറ്റിൽ കണ്ടത് എന്താണെന്നറിയാമോ? കഷ്ടതയുടെ തീക്കകത്ത്, കഷ്ടതയുടെ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ഇവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് മാത്രമല്ല ബന്ധനങ്ങൾ അഴിയുന്നത്, നെബൂഖദ്നേസറിന്റെ തീക്കകത്തും ബന്ധനങ്ങൾ അഴിയും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് മാത്രമല്ല ബന്ധനങ്ങൾ അഴിയുന്നത്, നെബൂഖദ്നേസറിന്റെ തീക്കകത്തും ബന്ധനങ്ങൾ അഴിയും. 2025 അസാധാരണമായ അഗ്നി പരിശോധന നിന്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പറഞ്ഞാട്ട്, കള്ള പിശാച്, നീ ഒരുക്കിയ പ്രതിസന്ധിക്കകത്ത്, നീ ഒരുക്കിയ അഗ്നിക്കകത്ത് എന്റെ ബന്ധന വഴിയോ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? നീ ഒരുക്കിയ അഗ്നി ശോധനക്കകത്ത് എന്റെ ബന്ധന വഴിയോ. ഈ പരീക്ഷക്കകത്ത് പിശാച് ലജ്ജിച്ച് തലതാഴ്ത്തോ. കാരണം അവൻ നിനക്ക് ദോഷത്തിനായി ചെയ്തത് അത് നിനക്ക് നന്മയ്ക്കായി തീർന്നുവെന്ന്, അവൻ നിനക്കെതിരെ ചെയ്തത് അത് നിനക്ക് അനുഗ്രഹമായി എന്ന് അവൻ തിരിച്ചറിയോ. ലാർത്തേനിയ, ലബാർത്തേനിയ, റമസർത്താനിയ, ലഖറ്റാനിയ, ലഖറ്റാനിയ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ അസര്യാവ് മീശായേൽ ഹനന്യാവിനെ കണ്ടിട്ടൊന്ന് ചോദിക്കണോ, അസര്യാവേ താങ്കളുടെ ബന്ധനങ്ങളെല്ലാം എങ്ങനെ അഴിഞ്ഞത്? അസര്യാവ് പറയോ, ബാബിലോണിലെ തീച്ചൂളയാണ് എന്റെ ബന്ധനങ്ങളെ അഴിച്ചത്. മീശായേലേ, ഹനന്യാവേ, നിന്റെ ബന്ധനങ്ങൾ ആരാണ് പൊട്ടിച്ചത്? അവര് പറയോ, ബാബിലോണിലെ അഗ്നി പരിശോധനയാണ് എന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നീ ലജ്ജിച്ചു പോകരുത്. നീ ക്രിസ്തുവിന് വേണ്ടി നിവരെ നിൽക്ക്, യേശുവിന് വേണ്ടി നേരെ നിൽക്ക്. If you stand for the Lord, if you stand for His name, നിന്റെ ബന്ധനങ്ങൾ ജയിക്കുകയില്ല. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത്, ഇന്ന് നീ കടന്നു പോകുന്ന പോരാട്ടത്തിനകത്ത് നിന്റെ ബന്ധനങ്ങൾ ദ്രവിക്കും. Lakatana tana tana, rakatana tana tana sataria, lakatana aria, rabash lahartania. Holy Spirit, Amen. അവർ 3 പേരും തീക്കകത്ത് വീണു. തീക്കകത്ത് വീണ് അടുത്തത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ തീക്കകത്ത് എഴുന്നേറ്റ് നടക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവിപ്പുറത്ത് സിംഹാസനത്തിൽ ഇരിക്കുക. അവൻ പരിഭ്രമിച്ച് ചാടി എഴുന്നേറ്റോ. അടുത്തിരിക്കുന്ന ആളുടെ അടുക്ക പറഞ്ഞു, എന്റെ കണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, നിങ്ങളൊന്ന് നോക്കി അവിടെ എത്ര പേരെ കാണുന്നുണ്ട്, എന്റെ കണ്ണ് പിടിക്കുന്നില്ല. അടുത്ത് നിൽക്കുന്ന ആളും പേടിച്ചെഴുന്നേറ്റിട്ട് പറഞ്ഞു, യജമാനൻ പറഞ്ഞത് ശരിയാ, 4ാമത് ഒരു
ഒരുത്തനെ ഞങ്ങൾ കാണുന്നുണ്ട്. നെബൂഖദ്നേസർ പറഞ്ഞു, ആ നാലാമത്തവന്റെ രൂപ ഈ നാട്ടിലൊന്നും ഉള്ള ഒരുത്തന്റെ പോലെ അല്ല എനിക്ക് തോന്നുന്നത്. അത് ഈ ലോകത്തുള്ളവനല്ല, ഈ കൺട്രിയിലുള്ളവനല്ല, ഈ ഭൂമിയിലുള്ളവനല്ല. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നുന്നു. യെസ്, ഇന്ന് പകൽക്കാല ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, ഇന്ന് പകൽ നിന്റെ അഗ്നി ചൂളക്കകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി. യെസ് 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 ലാർഥാനിയ, ഇന്ന് രാത്രി നിനക്കെതിരെ ശത്രുമണ്ഡലങ്ങൾ വാടകോരിയിട്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇന്നൊരു പകൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, His power shall be manifested. His power shall be manifested. യേശുവിന്റെ നാമത്തിൽ ബാബിലോണിൽ വെളിപ്പെട്ട ദൈവശക്തി പോലെ, റോമ കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട ദൈവശക്തി പോലെ, ഇതാ അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ വെളിപ്പെട്ട ദൈവശക്തി പോലെ നിന്നെ അടച്ചു പൂട്ടിയ വിഷയത്തിനകത്ത് His power is going to be manifested. ലാഥാനിയ, നിന്റെ പ്രതിസന്ധിക്കകത്ത് ദൈവശക്തി വെളിപ്പെടോ. You shall be the manifestation of His power. നിന്റെ ദൈവത്തിന്റെ പവർ എന്താണെന്ന്, നമ്മുടെ ദൈവത്തിന്റെ പവർ എന്താണെന്ന് നിന്റെ പരീക്ഷയിൽ ലോകം അറിയോ. നിന്റെ ദൈവത്തിന്റെ പവർ എന്താണെന്ന് ഈ പ്രതിസന്ധിയിൽ ലോകം അറിയോ. ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ലാഥാനിയ റഖഥാനിയ, നിന്റെ ബലഹീനത കാണാൻ, നിന്റെ പരാജയം കാണാൻ, നിന്റെ തകർച്ച കാണാൻ കാത്തുകെട്ടിയിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ ബലഹീനതയല്ല, നിന്റെ പരാജയമല്ല, ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടോ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരോ. നിന്റെ ബലഹീനത വെളിയിൽ വരത്തില്ല, നിന്റെ ബലഹീനത വെളിയിൽ വരത്തില്ല, പകരം ദൈവശക്തിയെ വെളിയിൽ വരത്തുള്ളൂ. ഇതോ ഒരു അസാധാരണ ദൈവശക്തി നിന്റെ മേൽ റിലീസ് ആകുന്ന മിനിറ്റുകൾ. റിസീവ്. നിന്നിലൊരു ദൈവശക്തി വെളിവാകും, നിന്നിലൊരു ദൈവശക്തി വെളിവാകും. യെസ് യെസ്, ദൈവശക്തി വെളിവാകും, ദൈവശക്തി വെളിവാകും. ആരും കഷ്ടപ്പെട്ട് ആരാധിക്കണ്ട, ആരും കഷ്ടപ്പെട്ട് കൈയടിക്കണ്ട. നീ വെറുതെ ഇരുന്നോ. ഇത് നിന്നോടുള്ള ദൂതാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അടിച്ചിരിക്കും. യെസ്, ഈ ദൂതിനെ നീ കേറി പിടിക്കണ്ട. ഈ ദൂത് നിന്റെ അടുക്കലേക്ക് വന്നോളൂ. ദൈവം അയച്ച വചനം അതിന്റെ കാര്യം സാധിപ്പിക്കും. ചില മിനിറ്റുകൾ പവർ ഇമ്പാർട്ടേഷനിലേക്ക് എന്റെ ശുശ്രൂഷയെ ഡൈവേർട്ട് ചെയ്യുകയാണ്. പവർ ഇമ്പാർട്ടേഷൻ, പവർ ഇമ്പാർട്ടേഷൻ. നിന്നിലൊരു ശക്തി റിലീസ് ആവുകയാണ്. A power is hitting you. A power is hitting you. A power is hitting you. നീ വെറുതെ നിന്നോ. ദൈവശക്തി നിന്നെ അടിക്കും, ദൈവശക്തി നിന്നെ ഹിറ്റ് ചെയ്യും. Yes, yes, Latania. His power shall be manifested in you. His power shall be manifested in you. The power, the power, power. I release, I release. നിന്റെ ബലഹീനത കാണാൻ, നിന്റെ പരാജയം കാണാൻ, നീ അനാവൃതമാകാൻ കാത്തിരിക്കുന്ന ചിലരുണ്ട്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അനാവൃതമായി കാണാൻ കാത്തു നിൽക്കുന്നവരുടെ മുൻപാകെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അവന്റെ ശക്തി വെളിപ്പെടുവാൻ റോമർ 9:22 ഞാൻ ഈ സഭയുടെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു. റോമർ 9:22. യെസ്, ഈ സഭയുടെ മേൽ, ഈ സഭയുടെ മേൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കും. ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കും. ഈ ഡോറിനകത്തേക്ക് ഒരു ഭൂതബാധിതൻ കയറിയാൽ അപ്പോഴേ അവന് ആ സ്ഥാലിയ സെൻസ് ചെയ്യുന്ന അളവിൽ the manifestation of his power
Lababa Shaba Brabaria, Rakatalia, Rakataria, La 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 La, Rababa Salaria, Rara Catania, Rakatania, Regadagada Galaria, Rababa Raba Prabartania, Shibi Prabartania. നമ്മുടെ ഇടയിലൊക്കെ ഇരിക്കണ്ട, നമ്മുടെ ഇടയിലൊക്കെ പാസ്റ്റർമാര് പറയും എൻ്റെ പ്രസംഗം വലിയ ഷോയൊന്നുമല്ലെന്ന്. എൻ്റെ പ്രസംഗം വലിയ ഷോയൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ പ്രസംഗം ഷോ തന്നെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രസംഗം എന്തുവാണെന്നറിയാമോ? ഷോയാ. എൻ്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പകരം അത് ഡെമോൺസ്ട്രേഷനാണ്, അത് ഷോയാണ്. എന്താ ഷോ ചെയ്യുന്നതെന്നറിയാവോ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. യെസ്, ഇന്ന് പകൽ ആമേൻ. റോമാലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം. നിന്റെ ബലഹീനതയല്ല വെളിപ്പെടുന്നത്, എൻ്റെ ശക്തിയാ വെളിപ്പെടുന്നത്. അതാ ദൈവത്തിന്റെ കൃപ, അതാ ദൈവത്തിന്റെ കൃപ. അവന്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്തും. ഒൻപതാം അധ്യായം 22-ാം വാക്യം നാം വായിച്ചു. ശക്തി വെളിപ്പെടുത്തുവാൻ മാത്രമല്ല, ശക്തി വെളിപ്പെടുത്തുവാൻ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളിൽ. 24-ാം വാക്യം, അടുത്ത ഭാഗം. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്. 22-ാം വാക്യത്തിൽ എന്തോ വെളിപ്പെടുത്തുമെന്നാ പറഞ്ഞത്? 22-ാം വാക്യത്തിൽ എന്തോ ശക്തി വെളിപ്പെടുത്തും. 24-ാം വാക്യത്തിൽ എന്തോ വെളിപ്പെടുത്തുമെന്നാ പറഞ്ഞത്? തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തും. തേജസ് വെളിപ്പെടുത്തുമെന്നാണോ പറഞ്ഞത്? അല്ല, തേജസ്സിന്റെ ധനം, riches of his glory, തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്. സ്തോത്ര. തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാ. തേജസ്സിന്റെ ധനം വെളിപ്പെടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ? ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം ആവർത്തിച്ച് പറയട്ടെ. തേജസ്സിന്റെ ധനം, തേജസ് നമ്മളിൽ വെളിപ്പെടാൻ നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പകരം തേജസ്സിന്റെ ധന ദൈവമാണ് നമ്മളിൽ വെളിപ്പെടുത്തുവാൻ. ദൈവത്തിനാണ് ഇഷ്ടം. തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്. ആമേൻ. ഇനി തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് ആ ഇഷ്ടം എങ്ങനെയാ മനസ്സിലാകുന്നതെന്നറിയാമോ? അടുത്ത ഭാഗം, നാശയോഗ്യമായ പാത്രങ്ങളെ വളരെ ക്ഷമയോടെ സഹിച്ചുവെങ്കിൽ. എന്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവ് ഇത്രയും നാളെ നമ്മളെ സഹിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്താൻ. ആമേ. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പുറുപുറുത്തിട്ടോ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് സങ്കടം പറഞ്ഞിട്ടോ, കർത്താവിനെ കുറ്റം പറഞ്ഞിട്ടോ, കർത്താവിനോട് പിണങ്ങിയിട്ടോ, ഇതെല്ലാം സഹിച്ച് തമ്പുരാൻ ഇന്ന് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എത്ര ദൂത് കേട്ടിട്ടോ അവിശ്വാസം പറഞ്ഞോ, എത്ര പ്രവചനം കേട്ടിട്ടോ ആമേ നെഗറ്റീവ് തന്നെ പറഞ്ഞോ, എന്നിട്ടും ദൈവം ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്നോ? എന്താ കാര്യം എന്നറിയാവോ? എത്ര പ്രാവശ്യം ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തോ, എത്ര പ്രാവശ്യം ഇനി ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞോ, എന്നിട്ടും ദൈവം ഇതെല്ലാം സഹിച്ചോ. എന്തിനാ സഹിച്ചതെന്നറിയാവോ? ദൈവത്തിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. The riches of my glory, it should be manifested in here. ഇവൻ ഇത്രയൊക്കെ കുഴപ്പം കാണിച്ചാല് എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഇവന്റെ മേളിൽ എന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തണം. ഇന്ന് പകൽക്കാല ദൈവം നിന്റെ മേളിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തോ. ദൈവം നിന്റെ മേളിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തോ. എന്റെ സഹോദരങ്ങളെ, എന്താണ് ഈ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ?
സ്തോത്ര. തേജസ്സിന്റെ ധനം വെളിപ്പെടുക എന്ന വിഷയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്ര, തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുക. ഈ ദൈവത്തിന്റെ തേജസ് അല്ലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം എന്ന്, മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വവും മഹത്വത്തിന്റെ ധനവുമുണ്ട്. ഗ്ലോറി ആൻഡ് ദ റിച്ചസ് ഓഫ് ഗ്ലോറി. ഞാൻ ഗ്ലോറിയിലേക്ക് ഒരു സെക്കൻഡ് ലെവലിൽ കടന്നു വരാം. പക്ഷെ റിച്ചസ് ഓഫ് ഗ്ലോറി എന്താണ്? റിച്ചസ് ഓഫ് ഗ്ലോറി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, ഈ എന്റെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയോ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരോ. റിച്ചസ് ഇൻ ഗ്ലോറി, റിച്ചസ് ഇൻ ഗ്ലോറി. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ റിച്ചസ് ഇൻ ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറി റിച്ച്നെസ് അത് എങ്ങനെയാണ് നിന്നിൽ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? നിന്റെ ബുദ്ധിമുട്ട് തീരുമ്പോൾ. യെസ്, ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ ബുദ്ധിമുട്ട് തീരുന്നതിൽ കൂടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? തന്റെ മഹത്വത്തിന്റെ ധനം വെളിപ്പെടുന്നത്. ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി നടന്നു. ദൈവം തന്റെ മഹത്വത്തിന്റെ ധനം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയത്, സ്തോത്ര, ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയത് ഫറവോനെ സൈന്യത്തെയോ ചെങ്കടലിൽ തള്ളിയിട്ട് തന്റെ ശക്തി വെളിപ്പെടുത്തി. അഗ്നിസർപ്പങ്ങളെ കൊന്നുകളഞ്ഞ് തന്റെ ശക്തി വെളിപ്പെടുത്തി. എരിഹോവിനെ തകർത്ത് കളഞ്ഞ് തന്റെ ശക്തി വെളിപ്പെടുത്തി. യോർദാനെ 2ആയി വിഭജിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തി. പക്ഷെ തന്റെ തേജസ്സിന്റെ ധന ദൈവം എങ്ങനെയാ വെളിപ്പെടുത്തിയതെന്നറിയാമോ? സ്തോത്ര, അവൻ എല്ലാ 6 ദിവസങ്ങളില് അവൻ മന്ന കൊടുത്തു. 6-ാം ദിവസം ഇരട്ടി മന്ന കൊടുത്തു. അവൻ ചോദിച്ചപ്പോൾ അവന്റെ കൊതിക്ക് കാട കൊടുത്തു. അവന്റെ വസ്ത്രം പഴകിയില്ല, അവന്റെ ചെരുപ്പിൽ വാറ് പൊട്ടിയില്ല, അവൻ ജീർണിച്ചില്ല, അവരിൽ ഒരുത്തൻ പോലും വിശപ്പ് കൊണ്ട് മരിച്ചില്ല. അവനെ വേണ്ടുവോളം ദൈവ സമൃദ്ധിയായി കൊടുത്തു. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പൈതലെ, ഹിസ് റിച്ചസ് ഓഫ് ഗ്ലോറി, ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി, അവന്റെ മഹത്വത്തിന്റെ ധന നിന്റെ ദാരിദ്ര്യത്തെ നീക്കിക്കളയുന്നതാണ്. ആരംഭത്തിൽ അഭിഷേകത്തെ ഓർപ്പിച്ചിരുന്നല്ലോ. സ്തോത്രം. മനുഷ്യൻ ദാരിദ്ര്യം എന്ന ദുരാത്മാവിനെ കുറിച്ച്, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധന നമ്മളിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം വെളിപ്പെടുന്നത് നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഹഗായിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവേൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള, യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവേൻ. You can see the riches of glory. ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ നീതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയോ? അതിനെവിടെ പോണം കാണണമെങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വിത്തിനെയും കളപ്പുരയിൽ കിടക്കുന്നു. നിങ്ങളുടെ കളപ്പുരയിൽ കിടക്കുന്ന വിത്തിനെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ദൈവമഹത്വം കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ കളപ്പുരയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ദൈവമഹത്വം കാണാൻ കഴിയത്തില്ല. പകരം നിങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്ക്, മുന്തിരിവള്ളിയെ നോക്ക്, ദൈവമഹത്വം കാണാൻ കഴിയോ? അത്തിവൃക്ഷത്തെ നോക്ക്, ദൈവമഹത്വം കാണാൻ കഴിയോ? മാതളത്തെ നോക്ക്, ദൈവമഹത്വം കാണാൻ കഴിയോ? ഒലിവ് മരത്തെ നോക്ക്, ദൈവമഹത്വം കാണുവാൻ കഴിയോ? ആമേ. നീ ഫലഭൂയിഷ്ടമാകുമ്പോൾ, നിനക്ക് നന്മയുണ്ടാകുമ്പോൾ, that is the manifestation of his riches of glory. ഇന്ന് പകൽക്കാല നിന്റെ ദാരിദ്ര്യത്തിന്മേൽ ദൈവത്തിന്റെ സമൃദ്ധി കടന്നു വരോ. മുമ്പേ അഭിഷക്തൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, സ്തോത്രം, ദാരിദ്ര്യം ഒരു ദുരാത്മാവാണെന്ന്. സ്തോത്രം. അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം. നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ക്രിസ്തു എന്തായി തീർന്നു? ശാപമായി തീർന്നു. നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു എന്തായി തീർന്നു? പാപമായി തീർന്നു. അങ്ങനെയെങ്കിൽ നാം സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു ആരായി തീർന്നു? അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ. അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി പാപികളായി, അതുകൊണ്ട് നമ്മളും, ക്രിസ്തു നമുക്ക് വേണ്ടി പാപിയായി, അതുകൊണ്ട് നമ്മളും പാപികളായി ജീവിക്കുമോ? ഇല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, അതുകൊണ്ട് നാമും ശപിക്കപ്പെട്ടവരായി ജീവിക്കുമോ? ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി, അതുകൊണ്ട് നാമും ദരിദ്രരായിട്ട് ജീവിക്കുമോ? ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി, അതുകൊണ്ട് നമ്മളും പാപത്തിൽ ജീവിക്കുമോ? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, അതുകൊണ്ട് നാം ശാപത്തിൽ ജീവിക്കുമോ?
ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി, അതുകൊണ്ട് നാമും ദാരിദ്ര്യത്തിൽ ജീവിക്കുമോ? അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന്. അവൻ രോഗം ശീലിച്ചു, അവന്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യമായി, അതുകൊണ്ട് നമ്മളും അടിപ്പിണരുകൾ വയ്ക്കുമോ? പിന്നെ ഈ വിഷയത്തിൽ മാത്രം വരുമ്പോഴെന്താ നമ്മൾ അതിലേക്ക് കയറുന്നത്? ക്രിസ്തു ശാപമായതുകൊണ്ട് നമുക്ക് ശാപം വേണ്ട, ക്രിസ്തു പാപമായതുകൊണ്ട് നമുക്ക് പാപം വേണ്ട, ക്രിസ്തു അടിപ്പിണരുകൾ ഏറ്റതുകൊണ്ട് നമുക്ക് അടിപ്പിണരുകൾ വേണ്ട, ക്രിസ്തു ദരിദ്രനായതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം വേണം. അങ്ങനല്ലേ? അങ്ങനല്ലേ പെന്തക്കോസ്തിനകത്ത്? സഹോദരങ്ങളെ, തന്റെ ദാസന്റെ ശ്രേയസിൽ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Praise be to God who delight in the prosperity of his servant. ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരല്പസമയം ഞാൻ ശുശ്രൂഷിക്കാം. His glory shall be imparted over you. അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ നിന്റെ ദാരിദ്ര്യം മാറും. അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ നിന്റെ ദാരിദ്ര്യം മാറും. നീ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവനാ, നീ ലോണിന് പോയി നിൽക്കേണ്ടവനല്ല. നിന്റെ വീട്ടിൽ പാസ്റ്റർ കയറി വരുന്നതാ, അവിടെ ജപ്തിക്കാരൻ വരേണ്ടതല്ല. നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ വചനം തൂക്കിയിടുന്നതാ, അവിടെ ജപ്തി നോട്ടീസ് ഒട്ടിക്കേണ്ടതല്ല. നീ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നവനാ, നീ പലിശ കൊടുത്ത് മുടിയേണ്ടവൻ അല്ല. ഒന്നുകിൽ ദൈവത്തിന്, അല്ലെങ്കിൽ ബലയാലിന്, ഒന്നുകിൽ പലിശക്കാരന്, അല്ലെങ്കിൽ ദശാംശം, ഒന്നുകിൽ ദൈവത്തിന്റെ വചനം ഒട്ടിക്ക്, അല്ലെങ്കിൽ ജപ്തി ഒട്ടിക്ക്. ഇന്ന് പകലൊരു തീരുമാനം എടുക്ക. രണ്ടു വെള്ളത്തിൽ കാല് വെക്കുന്ന പരിപാടിയില്ല. ഇത് കർമ്മേലിലെ ദൈവത്തിന്റെ പകല. എന്റെ ദൈവമോ തൻ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണോ എന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർത്തു തരും. എന്റെ സഹോദരങ്ങളെ, യേശു ആദ്യം ചെയ്ത അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിലാണ്. യേശു പച്ചവെള്ളം വീഞ്ഞാക്കി, ആ വീടിന്റെ ദാരിദ്ര്യം മാറ്റി. യോഹന്നാൻ 2:11 അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? അവൻ ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ചെയ്ത് അടുത്ത ഭാഗം മഹത്വത്തെ വെളിപ്പെടുത്തി. തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. അവൻ മഹത്വം വെളിപ്പെടുത്തിയാൽ നിന്റെ ദാരിദ്ര്യം മാറും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? In his glory manifestation my poverty shall be cancelled. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവന്റെ മഹത്വത്തിന്റെ പ്രദർശനത്താൽ എന്റെ ദാരിദ്ര്യം മാറും. ഇന്ന് പകൽക്കാല കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് His glory shall be imparted over you. His glory shall be manifested over you. Salbakatara Bahataria, Tana Mahasataria, Lartania, Lahasatania, Lartani Bahasa Prabartania. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഒന്ന്, ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം. 2, ദൈവത്തിന്റെ കർത്താവിന്റെ എഴുത്ത് നമ്മളിൽ വെളിപ്പെടണം. 3, ദൈവശക്തി നമ്മളിൽ വെളിപ്പെടണം. 4, ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെടണം. 5ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. സ്തോത്ര. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ, 5, 6, 7, 4 തുടങ്ങി വായിക്കുക. 4 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ അങ്ങ് വായിച്ചു പോകുക. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയോ കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു കൃപയെ കുറിച്ച് പറയാണ്, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. കൃപയെ കാണിക്കേണ്ടതിനല്ല, കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുമായിരിക്കും. അങ്ങനെയാണോ? അല്ല, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അത് ഭൂതകാല ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, അവൻ മുന്നേമിച്ചവരെ വിളിച്ചവരെ
നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിക്കും എന്നാണോ എഴുതിയിരിക്കുന്നത്? തേജസ്കരിച്ചിരിക്കുന്നു. പലയിടങ്ങളിലും പഠിപ്പിക്കാറുണ്ട്, മുൻനിയമനം ലോകസ്ഥാപനം മുൻപേ, വിളി നമ്മുടെ രക്ഷയിൽ, നീതീകരണം സഭയ്ക്കകത്ത്, തേജസ്കരണം ഉയർപ്പിനകത്ത്. അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത്. പക്ഷേ തേജസ്കരിച്ചും, അപ്പൊ ആ ഗ്ലോറിഫിക്കേഷൻ എവിടെ നടക്കേണ്ടതാ? ഇവിടെ നടക്കേണ്ടതാ. ഇവിടെ മുഴുവനും തേജസ് ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്. 2 കൊരിന്ത്യർ 3:18 തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. അപ്പം ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുകയാണ്? അനദർ ലെവൽ ഓഫ് ഗ്ലോറി, അനദർ ലെവൽ ഓഫ് ഗ്ലോറി. 2025 ന്യൂ ഇയർ സർവീസിനുള്ള ഗ്ലോറി അല്ല ഇന്ന് നിന്റെ മേളിൽ കിടക്കുന്നത്. നിന്റെ ഗ്ലോറി ലെവൽ മാറി, നിന്റെ തേജസിന്റെ അളവ് മാറിയെന്ന്. അപ്പൊ പോട്ടെ, നമ്മ വിഷയത്തിലേക്ക് വരിക. കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. എൻ്റെ സഹോദരങ്ങളെ, കൃപ കാണിക്കേണ്ടതിനെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരോട് കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരോട് കാണിക്കണം. ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ സൗമ്യത, ദൈവത്തിന്റെ കരുണ, ഇതാണ് എന്ത്? ദൈവത്തിന്റെ കൃപ. അതാണ് മുകളിലത്തെ വാക്യത്തിൽ ഹൈഫൻ ഇട്ട് എഴുതിയിരിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് ദൈവത്തിന്റെ കരുണയാണ്, അല്ലെങ്കിൽ കരുണ എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് കൃപ എന്ന് പറയുന്ന കരുണയെ കുറിച്ചല്ല പറയുന്നത്, കൃപയുടെ അത്യന്തധനം. അതെന്തേ കൃപയുടെ അത്യന്തധനം? അത് കരുണയും മനസ്സലിവും ഒന്നും അല്ലെന്നേ. അത് കരുണയും മനസ്സലിവും ഒന്നുമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, 1 കൊരിന്ത്യർ 12:4, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ കൃപാവരങ്ങളിൽ. അപ്പൊ കൃപയുടെ ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ കരുണ, മനസ്സലിവ്, ദയ, പരോപകാരം, ഇതാണ് കൃപയുടെ ബേസിക്. പക്ഷെ കൃപയുടെ അത്യന്ത ധനം എന്ന് പറയുന്നത് കൃപയുടെ വരങ്ങളാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. കൃപയുടെ വരങ്ങൾ 9 കൃപാവരങ്ങളാണുള്ളത്. അത് 3ആയി വിഭജിച്ച് നാം കാണണം. 1 നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കും, 2 നമ്മുടെ അധരത്തിൽ വ്യാപരിക്കും, 3 ശക്തിയിൽ വ്യാപരിക്കും. ബുദ്ധിയിൽ വ്യാപരിക്കുന്ന 3 കൃപാവരങ്ങൾ ജ്ഞാനം, പരിജ്ഞാനം, വിവേചന. നാവിൽ കൂടെ വ്യാപരിക്കുന്ന 3 കൃപാവരങ്ങൾ ഭാഷകൾ, വ്യാഖ്യാനം, പ്രവചനം. ശക്തിയിൽ കൂടെ വ്യാപരിക്കുന്ന 3 കൃപാവരങ്ങൾ വിശ്വാസം, വീര്യപ്രവൃത്തി, രോഗശാന്തി. ഇങ്ങനെ 9 കൃപാവരങ്ങളുണ്ട്. അപ്പോ പൗലോസ് പറയുകയാണ്, കൃപയുടെ അത്യന്ത ധനം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ, കർത്താവ് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, എപ്പോഴാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചത്? ഞാൻ ഒരു ഇച്ചിരി ഡോക്ടറിൻ അതിനകത്ത് കൊണ്ടുപോയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എപ്പോഴാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചത്? ആ വാക്യം ഒന്നും കൂടെ ഒന്ന് കാണിക്കാമോ? എഫെസ്യർ 2:6-7. ആമേ. 7-ാം വാക്യ, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചത്? എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടണം. ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്തോത്ര. അപ്പം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് കൃപാവരങ്ങളിലേക്ക്, കൃപയുടെ പ്രദർശനത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്ന സ്നാനത്താൽ അവനോടുകൂടെ നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. സ്തോത്ര. ഇന്ന് പകൽ ഇതിനകത്ത്
ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും സ്നാനമേൽക്കാത്തവരുണ്ടെങ്കിൽ നിന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. ക്രിസ്തുവിനോട് അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അടുത്തത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കട്ടെ. അപ്പൊ സ്നാനമേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. ഈ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനത്താൽ നമ്മൾ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്നു. പക്ഷേ പിന്നീട് നമ്മൾ സ്വർഗത്തിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ? പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്ത് ചലിക്കാൻ തുടങ്ങണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ മേലിൽ ദൈവ അഭിഷേകം തന്നത് പാട്ടുപാടാനും അന്യഭാഷ പറയാനും മാത്രമല്ല. ആമേ, അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരോ. അതിന്റെ എഫക്ട് എന്താണെന്നറിയാമോ? നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. സ്തോത്രം. നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ. കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, വൃദ്ധന്മാർ, 3 തലമുറകൾ, പുത്രന്മാർ പുത്രിമാർ, ആമേൻ, ആണും പെണ്ണും. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്തേക്ക് കണക്റ്റായി കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാനാണ് കർത്താവ് നമ്മളെ സ്വർഗത്തിൽ ആത്മമണ്ഡലത്തിലേക്ക് ഇരുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഈ ശുശ്രൂഷയുടെ അവസാനത്തിങ്കൽ ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ഒരു കൃപാവരവുമായിട്ട് മടങ്ങി പോകണം. ഒരു ഇമ്പാർട്ടേഷൻ റല ഞാൻ ഈ മീറ്റിംഗിന്റെ അവസാനത്തിൽ ചില മിനിറ്റുകൾ തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ഒരു വിടുതൽ ആഗ്രഹിച്ചു വന്നവർക്കൊക്കെ അടുത്ത ദിവസങ്ങളിലെ സെഷനുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ മാത്രം ഇനിയും ഇതിനകത്ത് ഇരുന്നാൽ മതി. സ്തോത്ര. 1, ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാം. 2, സ്തോത്ര. 1, ദൈവപ്രവൃത്തി വെളിപ്പെടാം. 2, ക്രിസ്തുവിന്റെ എഴുത്തുകൾ നമ്മളിൽ കൂടെ വെളിപ്പെടാം. 3, ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാം. 4, ക്രിസ്തുവിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാം. 5, ക്രിസ്തുവിന്റെ കൃപയുടെ അത്യന്തധന കൃപാവരങ്ങൾ നമ്മളിൽ കൂടെ വെളിപ്പെടണം. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു കൃപയുടെ അത്യന്ത ധനം എനിക്ക് വെളിപ്പെടുത്തണോ? ആമേ, എനിക്കൊരു പ്രവചനം വേണോ? എനിക്കൊരു വ്യാഖ്യാനം വേണോ? എനിക്കൊരു അന്യഭാഷ വേണോ? എനിക്കൊരു ദൂതന്റെ ഭാഷ വേണോ? എനിക്കൊരു ഇവാഞ്ചലിക്കൽ ടങ്ക് വേണോ? എനിക്കിന്ന് ഒരു ജ്ഞാനത്തിന്റെ വരം വേണോ? എന്റെ ബുദ്ധിമണ്ഡലം കൃപാവരങ്ങളാൽ നിറയപ്പെടട്ടെ. എനിക്കൊരു വീര്യപ്രവൃത്തി വേണോ? ഭൂതങ്ങളുടെ മേലൊരു അധികാരം വേണോ? എനിക്കൊരു കൃപാവരം വേണോ? സ്തോത്ര. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. ആമേ. സ്തോത്ര. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം, അത് പറയാതെ പൂർത്തീകരിക്കപ്പെടത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യേശു പറയുകയാണ്. ആമേൻ. വായിക്കാമോ? നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ എന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. റിവീൽ ഹിസ് നെയിം. ഞാനും നിങ്ങളും എന്ത് വെളിപ്പെടുത്തണം? ക്രിസ്തുവിന്റെ നാമം വെളിപ്പെടുത്തണം. എങ്ങനെയാ യേശുവിന്റെ നാമം ഒന്ന് വെളിപ്പെടുത്തുന്നത്? വണ്ടിയിലെല്ലാം ജീസസ് എന്ന് വലുതായിട്ട് എഴുതി വെച്ചാൽ യേശുവിന്റെ നാമം വെളിപ്പെടുവോ? ഞാൻ എൻ്റെ വണ്ടിയുടെ മുമ്പിലും പുറയിലും എഴുതി വെക്കത്തില്ല. ഞാൻ പോകുന്ന പോക്ക് കണ്ട് വല്ലവരും വിളിച്ചിട്ട് പറയും, ഇതാ ജീസസിന്റെ പോക്കെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ എഴുതി വെക്കത്തില്ല. എന്തിനാ ഞാൻ എൻ്റെ പോക്ക് കാരണം തമ്പുരാൻ എന്തിനാ ആക്ഷേപം കൊള്ളുന്നത്? അപ്പൊ വണ്ടിയുടെ പുറകെ ജീസസ് എന്ന് എഴുതി വെക്കുന്നതല്ല യേശുവിന്റെ നാമം വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമം നമ്മൾ വെളിപ്പെടുത്തിയാൽ എന്തോ സംഭവിക്കും? യേശുവിന്റെ നാമം നമ്മൾ വെളിപ്പെടുത്തിയാൽ എന്തോ സംഭവിക്കും? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം യേശു 70 പേരെ തെരഞ്ഞെടുത്ത് 2 35 ഗണങ്ങളെ പറഞ്ഞയച്ചു. അവര് മടങ്ങി അവരുടെ അടുക്ക പറഞ്ഞു, പൊക്കണമില്ല, സഞ്ചിയില്ല, ഒന്നുമില്ല, നിങ്ങൾ പോകുമ്പോ റിവീൽ മൈ നെയിം. അവര് തിരിച്ചു വന്നിട്ട് കർത്താവിന്റെ അടുക്ക പറയാം, കർത്താവേ, ഞങ്ങൾ പോയിടത്തൊക്കെ യേശു എന്ന നാമത്തെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് എന്തോ നടന്നു? 17 ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. You are called to manifest his name. നീ അവന്റെ നാമത്തെ പ്രദർശിപ്പിക്കാനാ വിളിക്കപ്പെട്ടത്. അവന്റെ നാമം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഭൂതങ്ങൾ കീഴടങ്ങും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അവിടെ പറയുകയാണ്, അനനിയാസേ, ഞാൻ പൗലോസിനെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അവനെ ഒരു പാത്രമായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. ഹീസ് എ വെസൽ. എന്ത് വഹിക്കാനാ വിളിച്ചിരിക്കുന്നത് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-ാം വാക്യം, എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. The carrier of my name.
അവന്റെ വണ്ടിയിലെല്ലാം ജീസസ് എന്ന് ഒട്ടി വെച്ച് വെക്കുമെന്നല്ല പറഞ്ഞത്. അവൻ എഴുന്നേറ്റ് നിന്നാൽ ഭൂതങ്ങൾ ചിതറാൻ തുടങ്ങും. അവൻ എഴുന്നേറ്റാൽ ഭൂതങ്ങൾ ചിതറാൻ തുടങ്ങും. ഇന്ന് പകൽ എത്ര പേർ ഇതിനകത്ത് ആഗ്രഹിക്കുന്നു? ആമേൻ. എന്നിൽ കൂടെ ദൈവം അത് ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? How many of you believe? La katala mahasatania rarthonia pravashya. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. അവൻ തന്റെ ശക്തി, അവൻ തന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തും. അവൻ തന്റെ എഴുത്തെന്നിൽ വെളിപ്പെടുത്തും. അവൻ തന്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്തും. അവൻ തന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തും. അവൻ തന്റെ കൃപയുടെ അത്യന്ത ധനം എന്നിൽ വെളിപ്പെടുത്തും. അവൻ തന്റെ നാമം എന്നിൽ വെളിപ്പെടുത്തും. അതിനെന്ത് ചെയ്യണം? ഞാൻ 4 പോയിന്റുകളെ പറയുകയാണ്. യെരമ്യാ പ്രവചനത്തിൽ പറയുകയാണ് 15:19, അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ യു മസ്റ്റ് ഹാവ് എ സെപ്പറേഷൻ. നിനക്കൊരു വേർപാടുണ്ടാകണം. അധമമായതിനെ ഒഴിക്കണം. ഒഴിക്കേണ്ടതിനെ എല്ലാം ജീവിതത്തിൽ ഒഴിക്കണം. അത് ബന്ധങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ, വാക്കുകളാകട്ടെ, പ്രവർത്തികളാകട്ടെ, ഒഴിച്ചു കളയേണ്ടതിനെ ഒഴിച്ചു കളയണം. 2, മോശയുടെ മുഖത്ത് ദൈവ തേജസ് ക്യാരി ചെയ്യാൻ തുടങ്ങി. മോശ എന്തോ ചെയ്തെന്നറിയാമോ? 40 ദിവസം മലമുകളിൽ കയറി ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് 2 കാര്യങ്ങൾ പറയാം. ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് മാത്രം നീ നോക്കിക്കൊണ്ട് നിന്നാൽ യു ക്യാൻ ക്യാരി ദ ഗ്ലോറി. പ്രാർത്ഥിച്ചിട്ട് നേരെ അമ്മാച്ചൻ്റെ വീട്ടിൽ പോകും. പ്രാർത്ഥിച്ചിട്ട് നേരെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോകും. അവിടുന്ന് വല്ലതും കിട്ടുമോന്നറിയാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുക. ആ ഗ്ലോറി നിന്റെ മുകളിലേക്ക് ഇറങ്ങും. മോശ ഇറങ്ങി വന്നു. ഒറ്റ ഒരുത്തനും മുഖത്തോട് നോക്കി നിന്നില്ല. 40 ദിവസം ദൈവസന്നിധിയിലിരുന്നു. സ്പെൻഡ് യുവർ ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരിക്കുക. രാത്രിയുടെ യാമങ്ങൾ ദൈവസന്നിധിയിലിരിക്കുക. യു ക്യാൻ റിഫ്ലക്ട് ദ ഗ്ലോറി. യു ക്യാൻ റിഫ്ലക്ട് ദ ഗ്ലോറി. 2 കൊരിന്ത്യർ 3:18 അതാ പറയുന്നത്. കണ്ണാടിയിൽ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിക്കുന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. നിനക്കതിനെ റിഫ്ലക്ട് ചെയ്യാൻ കഴിയുക, ഗ്ലെയറിനെ. സ്തോത്രം. പഴയ നിയമ സമാഗമന കൂടാരത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 40:34 ഇങ്ങനെയാണ് പറയുന്നത്. The cloud covered the tent and glory filled the tabernacle. ദൈവത്തിന്റെ അഭിഷേകം അകത്ത് നിറയുമ്പോൾ ഷെക്കേന വെളിയിൽ വെളിപ്പെട്ടു വരും.